പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. ഓർമ്മ എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ദുഃഖറാന. വിശുദ്ധ തോമസ് ലീഹ മരിച്ച ജൂലൈ 3-ാം തീയതി ദുഃഖറാന തിരുനാളായി നാം ആചരിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് പിതാവിന്റെ ഭവനത്തിലേക്ക് ഞാൻ പോകുന്നുവെന്നും നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ വരുമെന്നും പ്രസ്താവിക്കുന്ന യേശുവിനോട് ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ തോമസ് ചോദിക്കുകയാണ്, അങ്ങോട്ടുള്ള വഴി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. ശരിയാണ്, സ്വർഗത്തിലേക്കുള്ള വഴി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നാം കാണുന്നു. യേശുവാണ് അതിൻ്റെ യഥാർത്ഥ ഗുരു. സത്യം യേശുവാണ്. സത്യമാർഗവും യേശു മാർഗമാണ്. ജീവൻ തൻ്റെ ശരീരം നമുക്കായി പകുത്തു തന്നുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാനുള്ള ആ ഓജസ്സും ശക്തിയും ദിവ്യകാരുണ്യത്തിലൂടെ യേശു നമുക്ക് നൽകുന്നില്ലേ? നമുക്ക് ഈ 3 യാഥാർത്ഥ്യങ്ങളെ സ്വന്തമാക്കാം. യേശു ശിഷ്യരായി ധീരതയോടെ മുന്നേറാൻ വിശുദ്ധ തോമസ് ലീഹ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. എല്ലാ ദിവസവും അരമണിക്കൂർ സമയം തിരുവചന ധ്യാനത്തിനായി ചെലവഴിക്കാം, പഠിക്കാം, സ്വന്തമാക്കാം. ദൈവം അതിനുള്ള കൃപാവരം നമ്മിലേക്ക് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ കരങ്ങൾ കൂപ്പുന്നു.